കാറ്റത്തി കിളിക്കൊള്ളി പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ നിധിയെ വണ്ടി ഓടിക്കാൻ പറ്റാതെ വിഷമത്തിലൊക്കെ നിൽക്കും കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ നമ്മൾ നികേഷാണെങ്കിലും അരീഷും കൂടെയൊക്കെ ചേർത്ത് നമ്മളെ നിധിക്ക് വണ്ടി ഓടിപ്പിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തിട്ടിട്ട്. അങ്ങനെ നമ്മൾ സുധീഷ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിധി പറയോ വേണ്ടേ, നിങ്ങളൊരു സഹായവും എനിക്ക് വേണ്ട, എന്നെ ഇവർ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ ഇങ്ങനെ പയ്യെ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ചാന്ദിനി വന്ന് നിധിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ നമ്മളെ ചാന്ദിനിയെ വിളിച്ച് അകത്തോട്ടൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടനും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ ചാന്ദിനി അകത്തൊക്കെ കൊണ്ടുവന്നു. അപ്പം സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ വീട് അറിയാമെന്ന് വെച്ചപ്പോൾ പറയുന്നുണ്ട്, അതെൻ്റെ ചേട്ടൻ ഞങ്ങൾ ഇതിലെ കൂടെ പോയ സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇവിടെ സുഭാഷ് ചേട്ടൻ്റെ വീടുണ്ട്, നീ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നോന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ചാന്ദിനിക്ക്. എന്നിട്ട് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ചാന്ദിനി എടുത്ത്. അങ്ങനെ നമ്മൾ സുഭാഷും നമ്മളെ നിധിയും കൂടെ ചേർന്ന് അടുക്കളയിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷും ഹരീഷും കൂടെ അവിടെ ഇരുന്നിട്ട് നമ്മളെ ചാന്ദിനി അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷാണെങ്കിൽ ചാന്ദിനി അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മലയാളം പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചാന്ദിനി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷാണെങ്കിൽ ഒരു ക്ലാസ് എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ക്ലാസ് എന്നൊക്കെ പറയും. അപ്പം നമ്മളെ ചാന്ദിനി കുറച്ചൊക്കെ സമയം എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചാന്ദിനി ആണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛന് സുഖമാണോ എന്ന് എങ്ങനെ മലയാളത്തിൽ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അത് ഞാൻ പഠിപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പറയുന്നുണ്ട് അത് വിളക്കെണ്ണ എന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചാന്ദിനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്തതും ഇല്ലല്ലോ. എന്നിട്ട് ചാന്ദിനി ആണെങ്കിൽ പയ്യെ പയ്യെ ഇങ്ങനെ വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ചാന്ദിനി ആണെങ്കിൽ നേരെ ഭാസ്കറിൻ്റെ അടുത്തോട്ട് പോയിട്ടാണെങ്കിൽ ഭാസ്കറിൻ്റെ അടുത്ത് നീ ഒരു വിളക്കെണ്ണ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് കേൾക്കുന്ന നമ്മളെ ഭാസ്കരനാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്കാളിലടി മലയാളം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്നെ എന്തിനാ വിളക്കെണ്ണ എന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നികേഷും ഹരീഷും കൂടെ ഇത് കണ്ടിട്ടാണെങ്കിൽ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ചാന്ദിനി നിർത്താതെ നീ ഒരു വിളക്കെണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചാന്ദിനി വിചാരിക്കുന്ന അച്ഛന് സുഖമാണോ എന്ന് ചോദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനി ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കറിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അകത്തുനിന്ന് സുഭാഷ് ആണെങ്കിലും നിധിയും കൊണ്ട് പെട്ടെന്ന് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല കേട്ടോ, നമ്മളെ നികേഷ് ആണെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ അച്ഛന് സുഖമാണെന്ന് ചോദിച്ചതാണ്, പക്ഷേ നമ്മൾ നികേഷ് ആണെങ്കിൽ പറഞ്ഞു കൊടുത്ത് നീ ഒരു വിളക്കെണ്ണ എന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മളെ ഭാസ്കറിൻ്റെ അടുത്ത് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മൾ ഹരീഷും നികേഷും കൂടെ വീണ്ടും നമ്മളെ നിധിയെ വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷിൻ്റെ അടുത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ ഓട്ടിച്ചൊക്കെ പഠിച്ച് ഞാനാണെങ്കിൽ റൗണ്ടൊക്കെ അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനൊന്നും കൂടെ നല്ലപോലെ പഠിപ്പിക്കാമെന്ന് പറയുമ്പം നമ്മളെ നിധി പറയും വേണ്ട, എന്നെ ഇവർ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ എന്നെ എന്തിനാ ഇങ്ങനെ ആട്ടി ഓട്ടിക്കുന്നത്, ഞാനിവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് നിൽക്കുന്ന കാരണം നമ്മളെ നിധിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല, ഇങ്ങനെ ഇടയ്ക്ക് വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നിധി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കുന്ന കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ സങ്കടത്തോടാണെങ്കിലും നിധി പറഞ്ഞതുകൊണ്ട് നമ്മൾ സുധീഷ് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് നേരെയാണെങ്കിൽ സുധീഷിൻ്റെ വണ്ടിയുടെ ആ ട്രാവൽസിൻ്റെ ഓണറെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ചേട്ടാ എനിക്കാണെങ്കിൽ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ട്രാവൽസിൽ ഓണർ പറഞ്ഞത്, ഇല്ല സുധീഷ് വന്നത് ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം പറയുന്നത് നിനക്കാണെങ്കിൽ ഞാൻ കുറച്ച് അധികാരവും ഒരു സ്വാതന്ത്ര്യമൊക്കെ ഞാൻ നിനക്ക് കൂടുതൽ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്തായാലും പറ്റത്തില്ല, എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ഇത് ചോദിക്കുന്നത് ട്രാവൽസിൽ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ നമ്മളെ സുധീഷിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷിനാണെങ്കിൽ ഇത് നല്ല സങ്കടമൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് നേരെ പോയി വന്നത് ബാറിലേക്ക് കേട്ടോ. അപ്പോഴത്തേക്ക് ബാറിൽ പോയി ഇരുന്നിട്ടൊക്കെ നമ്മൾ സുധീഷിന് സങ്കടം സഹിക്കാൻ വയ്യാതെ നിധിയാണെങ്കിൽ വന്നത് നിധിയും നമ്മൾ സുധീഷിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം സുധീഷിന് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല, ലൈസൻസ് ആണെങ്കിൽ പോലീസുകാർ മേടിച്ച് വെക്കുകയും ചെയ്ത്. അപ്പോൾ എല്ലാ സങ്കടവും കൊണ്ട് നമ്മളെ സുധീഷിനെ സഹിക്കാൻ പറ്റാതെ സുധീഷാണെങ്കിലും കള്ളൊക്കെ കുടിച്ചിട്ടാണെങ്കിലും നേരെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗം കേട്ടോ പ്രമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.